ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മോതമീൻ കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ മോതമീൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അതിനായി മോതമീൻ കഴുകി വൃത്തിയാക്കി നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, കടുക്, ഉലുവ, ചെറിയ തക്കാളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, ഒരു 20 കുഞ്ഞുള്ളി അരിഞ്ഞത്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉലുവയുടെ പൊടി കൂടെ ചേർക്കണം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. 3 അല്ലി കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് പൊട്ടിക്കാം. നമുക്ക് അതിലേക്ക് 3 പച്ചമുളകും 1 2 കറിവേപ്പിലേക്ക് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് ഓയിലൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചാച്ചി വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതും കൂടെ ഒന്ന് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ഒന്ന് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യും. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു തിള വരട്ടെ. എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. വീണ്ടും ഒരു തിള വരട്ടെ. എണ്ണയെ നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അടപ്പൊന്ന് തുറക്കാം.
കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ലാസ്റ്റ് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിടാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 10 to 15 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇടയ്ക്ക് തുറന്ന് ഞാൻ ചുറ്റിച്ച് കൊടുത്തായിരുന്നു. കുറച്ചുകൂടെ വെന്ത് വറ്റാനുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. മീൻ കറിയൊക്കെ റെഡി വെന്തിട്ടുണ്ട്. ഈ കറി വേവുന്നതിന് ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. മീൻ കറി റെഡി. ഇനി ഇത് ഇരുന്ന് കുറേ വറ്റും. കറി ആയതുകൊണ്ട് കുറച്ച് ചാറൊക്കെ വേണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. മീൻ കറി റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.